ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൻ എന്തായി ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല ഗൈസ്, ഇതൊരു തെരണ്ടിക്കറിയാണ്. തെരണ്ടിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. എന്റേതായ ശൈലിയിലാണ് ഞാനിതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നിങ്ങളെയും കാണിച്ചുകൂടാന്ന്. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത്, ചട്ടിയും മട്ടിയും ഒക്കെ എടുത്ത്, സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് അപ്ലൈ ആക്കി. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക്, പിന്നെ ഉലുവ എന്നീ വക സാധനങ്ങളൊക്കെ അതിനകത്ത് ചേർക്കുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മൾ കുറച്ച് എന്ത് ചെയ്യുന്നു, കറിവേപ്പില ചേർക്കുന്നു. കറിവേപ്പില ചേർത്തതിന് ശേഷം ചെറുള്ളിക്കടിക്കുന്നതെന്ന് ചേർക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിന് ശേഷം എന്താക്കുക, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇടാം. അതിനുശേഷം തക്കാളി ഇട്ടതിന് ശേഷം പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ഒരു പരുവത്തിലാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് നല്ല കുട്ടപ്പനാക്കി എടുക്കാം. പിന്നെ ഇളക്കിക്കൊണ്ടിരുന്നതിന് ശേഷം നമ്മൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ എന്താവും, കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സാധനം ചേർക്കണം, തെരണ്ടി ചേർത്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ. ഓരോന്നായി തെരണ്ടി ഇങ്ങനെ ചേർക്കുമ്പോൾ മനസ്സിനൊരു സുഖം ഉണ്ടാവും. എന്താ രസം പറയും. അങ്ങനെ നമ്മൾ തെരണ്ടിക്കുട്ടന്മാരൊക്കെ ഇതിനകത്തിട്ട് മൂടി വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്നത്. എൻ്റെ പൊന്നെ, ഈ ഒരു സംഭവത്തിലായിരുന്നു, ഇങ്ങനെയായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെയും മൂടി വെച്ചു, കുറച്ചുകൂടെ വേപ്പിച്ചു. അപ്പോൾ ഈ ഒരു സംഭവത്തിലെത്തി. നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞൊന്നുമല്ല, ഇത് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.